ചേട്ടാ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം നാക്ക് മടക്കാതെ അല്ലേ പാടുന്നേ? നാക്ക് മടക്കാതെ വിസിൽ ചെയ്യുന്നുണ്ട്. വിസിലിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിൽ ഊതാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ്പും ഉണ്ട്, ടീത്ത് വിസിലും ഉണ്ട്. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ടീത്ത് വിസിലാണ്. അപ്പം അതിൻ്റെ വ്യത്യാസം അതാണ്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വേഴ്സ് പറഞ്ഞ് പാടാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. മറ്റേതിനേക്കാളും വേഴ്സ് കുറച്ചും കൂടി പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണയാണ് കേട്ടോ. ഇനി ഈ കുറച്ചുകൂടെ ന്യൂ ജനറേഷൻ പാട്ടുകളൊക്കെ ചേട്ടൻ ഏതാ ട്രൈ ചെയ്യുന്നത്? നമുക്ക് മറ്റേ തട്ടത്തിൻ മറയത്തെന്നുള്ള സിനിമയിലെ അനുരാഗത്തിൻ വേളയിൽ എന്നുള്ള പാട്ട്. അതും സൂപ്പറായിട്ടുണ്ട്. ചേട്ടൻ വേറെ ലാംഗ്വേജസിൽ ഇപ്പോൾ ഹിന്ദിയിൽ ഒരു സോങ് കൂടി ഒന്ന് എനിക്ക് പഠിത്തം. ആയിക്കോട്ടെ. നമുക്ക് പിന്നെ ഹവാ ഹവ എന്നുള്ള പാട്ട് ഫാസ്റ്റ് ട്രാക്ക് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാം. ഫാസ്റ്റ് പാടാറുണ്ട്. ഇപ്പോൾ സ്റ്റേജിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഹവാ ഹവ എന്നുള്ള പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ ശരി. ചേട്ടാ ഈ വിസിൽ ചെയ്യുന്ന സമയത്തെ നമ്മൾ ലൈവ് പെർഫോമൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ ലൈവിൽ പെർഫോം ചെയ്യുന്ന സമയത്ത്? ഇല്ല, മറ്റേ ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ കളിയാക്കും. നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ വിസിലൊക്കെ ഊതിയൊക്കെ അങ്ങനെയൊക്കെ ചിലതായിട്ട് ഉണ്ടാവാറുണ്ട്. അങ്ങനെയല്ല, ടെക്നിക്കലി നമ്മൾ വിസിൽ ചെയ്യുന്നതിന് നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വോക്കൽ പാടുന്നേക്കാളും കൂടുതൽ സ്ട്രെയിൻ ചെയ്താൽ മറ്റേ ഊതണത് എന്ന് വെച്ചാൽ ഊതി നമ്മളങ്ങോട്ട് വിടുക. മറ്റേന്ന് വെച്ചാൽ പാടുവാണല്ലോ നമ്മൾ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ സ്ട്രെയിൻ ചെയ്താണ് വിസിലടിക്കണത്. ഇപ്പം ഈ ബ്രീത്തിന്റെ കൺട്രോളിങ് നല്ല രീതിയിൽ തന്നെ എടുത്താ ചെയ്യണത്. ഇതിലേക്ക് ഇപ്പം ഈ വിസിലിങ്ങിലേക്ക് വരാൻ താല്പര്യമുള്ള ഇപ്പൊ കുറച്ചധികം പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയുള്ളവരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? അവർ ഇനിയും പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് ടഫായിട്ടുള്ള പാട്ടുകൾ പാടി എടുക്കാം. പിന്നെ അതിനേക്കാൾ ഇപ്പം ടഫായിട്ടുള്ള പാട്ടുകൾ പെട്ടെന്ന് പാടാം, ഫാസ്റ്റായിട്ടുള്ള പാട്ടുകൾ പാടാൻ പറ്റും. പക്ഷേ ഈ സംഗതികളൊക്കെ ഉള്ള പാട്ടുകൾ അതേ ട്യൂണിൽ തന്നെ അതേ പെർഫോമൻസിൽ തന്നെ ഊതാനായിട്ടാണ് വലിയ പാടാ. അത് എന്താ വെച്ചാൽ ആ ട്യൂണിൽ തന്നെ ഇങ്ങനെ ഇപ്പം ഈ സംഗതികളൊക്കെ ഇപ്പം ഇങ്ങനെ മറ്റേന്ന് വെച്ചാൽ ഈ ഒറ്റ ഇതിനകത്ത് അങ്ങോട്ട് ഊതിയാൽ മതി അത്. പക്ഷേ ഈ ഇങ്ങനെയുള്ള സംഗതികളുള്ള പാട്ട് എടുത്ത് പാടണം. എല്ലാ ഇപ്പം അപ്പം അങ്ങനെയുള്ള പാട്ടുകൾ അതേ പെർഫെക്ഷൻ തന്നെ പാടാൻ ശ്രമിക്കണം. മറ്റുള്ളവരോട് എനിക്ക് പറയാനുള്ളതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫാസ്റ്റ് പാട്ടുകൾ സരിഗമയൊക്കെ ഉള്ള പാട്ടുകളൊക്കെ ഒരുപാടി ഉണ്ട്, സംഗതികളൊക്കെ ഉള്ളത്. പക്ഷേ അതൊക്കെ നമുക്ക് ഈസി ആയിട്ടൊക്കെ പാടാം. ഇപ്പോൾ ഫാസ്റ്റായിട്ട് നല്ല പാട്ടുണ്ടല്ലോ, ഇപ്പം അങ്ങനെ ഞാൻ ഏറ്റവും കൂടുതൽ ട്രൈ ചെയ്യണത്
സംഗതികളുള്ള പാട്ടാണ് ഈ നമുക്ക് ഫീലുള്ള പാട്ടുകൾ. അപ്പം അങ്ങനെയുള്ള പാട്ടുകളെ ഞാൻ കൂടുതൽ എടുക്കാറുള്ളൂ, ഫീലുള്ള പാട്ടുകൾ.